ഡിയേഴ്സ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കിസാറ്റിലെ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് നടത്തുന്ന 5 ഇയർ BBA LLB ഓണേഴ്സ് ആൻഡ് 5 ഇയർ BCom LLB ഓണേഴ്സിൻ്റെ ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ നോട്ടീസാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു സ്പോട്ട് അഡ്മിഷനാണ്. നിങ്ങൾക്ക് ഈ അന്ന് ചെല്ലുമ്പോൾ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫീസും സർട്ടിഫിക്കറ്റുകളും കൊടുക്കണം. സോ ഫീസും സർട്ടിഫിക്കറ്റുകളായിട്ട് ചെല്ലാം കേട്ടോ. സ്പോട്ട് അഡ്മിഷൻ പറഞ്ഞേക്കുന്നത് ജൂലൈ 8-ാം തീയതിയാണ് സ്പോട്ട് അഡ്മിഷൻ പറഞ്ഞേക്കുന്നത് 9 മണിക്ക്. അപ്പോൾ നിങ്ങൾ 9 മണിക്ക് തന്നെ ഈ പറയുന്ന പോലെ അവിടെ എത്താം. അപ്പോൾ ആദ്യത്തെ ഒരു രജിസ്ട്രേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ ആ ഒരു ഹോളിലേക്ക് അലൗ ചെയ്യുന്നതല്ലായിരിക്കും കേട്ടോ. അപ്പോൾ 10 മണിക്ക് മുമ്പ് തന്നെ എത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ എപ്പോഴും സ്പോട്ടിൽ പറയുന്ന പോലെ കിസാറ്റ് വലിയൊരു ക്യാമ്പസാണ്. കാരണം ഇത് എടുത്ത് പറയുന്നത് കുട്ടികൾക്ക് അവിടെ ടൈം നഷ്ടപ്പെടാറുണ്ട്. ഇതറിയാതെ ജസ്റ്റ് കിസാറ്റ് വന്ന് വിജയിച്ചിട്ട് വരരുത്, കറക്റ്റ് ലൊക്കേഷൻ അടിച്ചു കൊടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു വെന്യൂ പറഞ്ഞേക്കുന്നത് ഡയറക്ടർ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് കിസാറ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ട് തന്നെ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൻ്റെ ആ ഒരു ഇതിൽ വരാം, എല്ലാ ഡോക്യുമെൻറ്റ്സായിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ വേക്കൻസി വന്നേക്കുന്നത് ഓൾ ഇന്ത്യ കോട്ടയിൽ ഒരു സീറ്റാണ്. അതിലേക്ക് 50 റാങ്ക് വന്നേക്കുന്ന എല്ലാ കുട്ടികൾക്കും കാറ്റഗറി ഏത് റിസർവേഷൻ ഉള്ളവർക്കാണെങ്കിലും ഇല്ലാത്തവർക്കാണെങ്കിലും കാറ്റിൻ്റെ 50ാമത്തെ റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് വരാവുന്നതാണ്. ETBക്ക് ഒരു സീറ്റാണുള്ളത്. അപ്പോൾ അത് ETB കാറ്റഗറിക്ക് മാത്രമേ ഉള്ളൂ. കാറ്റ് റാങ്കിൽ 100 വന്നേക്കുന്ന കുട്ടികളാണെങ്കിലും ETB റിസർവേഷൻ ഉണ്ടായിരിക്കണം. ഇനി ലക്ഷദ്വീപ് കോട്ടയിൽ ഒരു സീറ്റാണ്. അതിൽ ലക്ഷദ്വീപ് കോട്ടയിൽ ഇതിൽ വന്നേക്കുന്ന കുട്ടികൾക്ക് വരാവുന്നതാണ് എല്ലാവർക്കും. ട്രാൻസ്ജെൻഡേഴ്സിനും 2 സീറ്റാണുള്ളത്. അതിൽ TST കാറ്റഗറിയിലുള്ള എല്ലാവർക്കും തന്നെ ചെല്ലാവുന്നതാണ്. ഇൻ്റലക്ച്വലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെ ആ ഒരു കാറ്റ് റാങ്ക് വന്നേക്കുന്നത് 3 സീറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ചെല്ലാവുന്നതാണ് കേട്ടോ. മലയാളി സ്റ്റുഡൻസ് ഓഫ് ആൻഡമാൻ ആൻഡ് നിക്കോബർ ഐലൻഡിൽ ഒരു സീറ്റ് റിസർവേഷനുണ്ട്. അങ്ങനെ വന്നേക്കുന്ന ആ കാറ്റ് റാങ്കിൽ വന്നേക്കുന്ന എല്ലാവർക്കും തന്നെ ചെല്ലാവുന്നതാണ് കേട്ടോ. ഇനി ഓൾ ഇന്ത്യ കോട്ട 5 ഇയർ നമ്മൾ നേരത്തെ പറഞ്ഞത് 5 ഇയർ BBA LLBയുടെ സീറ്റ് വേക്കൻസി ആയിരുന്നു. ഇനി നമുക്ക് BCom LLBയുടെ സീറ്റ് വേക്കൻസി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കോട്ടയിൽ ഒരു സീറ്റാണ്. 60 റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് ചെല്ലാം. ETBയിൽ ഒരു സീറ്റാണ്. 105 റാങ്ക് വരെ ഉള്ളവർക്ക് ചെല്ലാം. പക്ഷേ ETB റിസർവേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും റിസർവേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുത്തില്ല, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഈ സ്പോട്ടിൽ പങ്കെടുക്കാം കേട്ടോ. ഈ ഒരു റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവണം. LCCയിൽ നമുക്കൊരു സീറ്റുണ്ട്. 500 റാങ്ക് വരെ ഉള്ളവർക്ക് ചെല്ലാം, പക്ഷേ LCC റിസർവേഷൻ ഉണ്ടാവും. DHVയിൽ ഒരു സീറ്റുണ്ട്. നമ്മളുടെ DHV കാറ്റഗറിയിലുള്ള എല്ലാവർക്കും ചെല്ലാം. SCയിലും അങ്ങനെ തന്നെ 700 റാങ്ക് വരെ ഉള്ളവർക്ക് ചെല്ലാം. EWSയിൽ 400 റാങ്ക് വരെ ഉള്ളവർക്ക് ചെല്ലാം, പക്ഷേ റിസർവേഷൻ ഇതുണ്ടാവണം കേട്ടോ. ഇങ്ങനെ ഉള്ളതെന്ന് ചെല്ലാം എന്ന് പറയുമ്പോൾ എല്ലാവരും ചെല്ലാനല്ല, ഈ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ഞാൻ പറഞ്ഞല്ലോ, പുതുതായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് EWS കിട്ടിയിട്ടുള്ളൂ, നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഉള്ളവരെ, ഈ ഓൾറെഡി അപ്ലൈ ചെയ്തവരെ പരിഗണിച്ചിട്ട് നിങ്ങളെ പരിഗണിക്കുന്നതാണ് കേട്ടോ. ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് 2 സീറ്റുണ്ട്. ആ കാറ്റഗറിയിൽ വരുന്ന എല്ലാവർക്കും ചെല്ലാം. ലക്ഷദ്വീപ് കോട്ടയ്ക്കും ഒരു സീറ്റുണ്ട്. ആ കാറ്റഗറി വരുന്ന എല്ലാവർക്കും ചെല്ലാം. ട്രാൻസ്ജെൻഡേഴ്സിനും 2 സീറ്റുണ്ട്. അവിടെ ആ കാറ്റഗറിയിൽ വരുന്ന എല്ലാവർക്കും ചെല്ലാം. ഇൻ്റലക്ച്വലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെ 2 സീറ്റുണ്ട്. ആ കാറ്റ് റാങ്കിൽ വന്നേക്കുന്ന എല്ലാവർക്കും ചെല്ലാം. NMൽ അതിൽ ഒരു സീറ്റുണ്ട്. അപ്പോൾ ആ ഒരു കാറ്റ് റാങ്കിൽ വന്നേക്കുന്ന എല്ലാവർക്കും ചെല്ലാവുന്നതാണ് കേട്ടോ. ഇനി ഡോക്യുമെൻറ്റ്സ് വേണ്ടത് എല്ലാത്തിൻ്റെയും ഒറിജിനലും 2 സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും വേണം കേട്ടോ. അഡ്മിറ്റ് കാർഡ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡ്, എല്ലാത്തിൻ്റെയും ഒറിജിനൽ 2 കോപ്പി കേട്ടോ. ബർത്ത് സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. അതിനായിട്ട് നിങ്ങൾക്ക് SSLCയുടെ സർട്ടിഫിക്കറ്റിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബർത്ത് ടൈം അല്ല സ്ഥലവും ആ ഒരു ഡേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ മതിയാവും. പിന്നെ അത് കേരളീയനാണെങ്കിൽ, അത് കേരളത്തിലാണ് ജനിച്ചതെങ്കിൽ കേട്ടോ. അല്ലാത്ത കേസിലാണെങ്കിൽ അതനുസരിച്ചുള്ള നേറ്റിവിറ്റി പ്രൂഫുകൾ ഏതാണെന്ന് പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്, അതനുസരിച്ചിട്ട് കൊണ്ടല്ല. പിന്നെ 10th മാർക്ക് ലിസ്റ്റ്, 12th മാർക്ക് ലിസ്റ്റ്, അതായത് 10th സർട്ടിഫിക്കറ്റ്, 12th സർട്ടിഫിക്കറ്റ്, ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള TCയും CCയും, പിന്നെ ഏത് റിസർവേഷനാണോ നിങ്ങൾ പറയുന്ന ആ റിസർവേഷൻ അനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ്. OBC ആണെങ്കിൽ NCL കൊണ്ടല്ല, EWS ആണെങ്കിൽ EWSൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല. അങ്ങനെ ഏത് ഇതാണോ നിങ്ങൾ പറയുന്നത് അതനുസരിച്ചിട്ടുള്ളത് കൊടുക്കുക കേട്ടോ.
ഇനി ഫീസിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികളുടെ ഫീസ് എന്ന് പറയുന്നത് 34,100 ഇതുകൂടാതെ PTA DDF കിസാറ്റ് അലുമിനി എന്ന് പറഞ്ഞിട്ട് ഒരു 3000 സംതിങ് വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഫീ 37 ആ ഒരു എമൗണ്ട് നിങ്ങൾ കൊടുക്കുക കേട്ടോ. ഇനി SC/ST ക്യാൻഡിഡേറ്റ്സിന് 1500 മാത്രം വരുന്നുള്ളൂ. OECക്ക് 1500 പ്ലസ് ഈ ഒരു DDF PTA പോലുള്ള ആ ഒരു ഫണ്ട് കൂടി കൊടുക്കണം. NRIക്ക് 1,12,270 ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഫീയും കൂടി കൊടുക്കണം കേട്ടോ. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, പ്ലീസ് നോട്ട് ദാറ്റ് ഫീ ഹാസ് ടു ബി പെയ്ഡ് ത്രൂ ഓൺലൈൻ പേയ്മെൻറ്റ്. അതായത് നിങ്ങൾ ഫീസ് ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കണം കേട്ടോ. നിങ്ങൾ അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ഫീസ് അടയ്ക്കാനുള്ള ലിങ്ക് എനേബിൾ ആക്കി തരും. അങ്ങനെയാണ് സാധാരണ വരുന്നത്. ഇനി അവിടെ നിന്ന് വേറെ ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ട് തന്നെ ഫീസ് അടയ്ക്കണം കേട്ടോ. നിങ്ങൾക്കിത് റിലേറ്റഡായിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് വെന്യൂവിനെ പറ്റിയിട്ടോ, ഓക്കെ, സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് ആണ് വെന്യൂ, പക്ഷേ ഒന്നും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ കൺഫേം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് ഫ്ലോർ ആണെന്ന് അറിയണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. മൊബൈൽ നമ്പർ ആയതുകൊണ്ട് സാറ്റർഡേ, പക്ഷേ നിങ്ങൾ ടൈം നോക്കുക കേട്ടോ. ഒരു 10 മണിക്കും 4 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു സ്പോട്ടിൻ്റെ നോട്ടിഫിക്കേഷൻ. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.